പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, അന്ത്യോക്യൻ ആരാധനക്രമവത്സരമനുസരിച്ച് നാളെ പരേതരായ വൈദികരുടെ അനുസ്മരണ ദിനമായ കൊഹനെ ഞായർ ആണ്. പരേതരായ നമ്മുടെ എല്ലാ വൈദികരെയും ഓർത്ത് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിനം. ഈ ദിനത്തിൽ നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗങ്ങൾ: പ്രഭാഷകൻ 45 അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, എബ്രായർക്കെഴുതിയ ലേഖനം 13 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ എന്നിവയാണ്. പ്രഭാഷകൻ 45-15 മുതലുള്ള വാക്യങ്ങളിൽ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയും ഉത്തരവാദിത്വവും എടുത്തു കാട്ടുന്നു. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. 16 വാക്യത്തിൽ പറയുന്നു, ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് നിയോഗിച്ചു. അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. അതായത് പൗരോഹിത്യത്തിൻ്റെ മൂല്യം നിത്യം നിലനിൽക്കുന്നു എന്നർത്ഥം. എബ്രായർക്കെഴുതിയ ലേഖനം 13 അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ പുരോഹിതരോടുള്ള വിശ്വാസികളുടെ കടമ എടുത്തു കാട്ടുന്നു. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഈ തിരുവചന ഭാഗം 3 പ്രധാന കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, വൈദികരുടെ അഥവാ നമ്മുടെ ആത്മീയ പിതാക്കന്മാരുടെ ഓർമ്മയാചരണം നമ്മുടെ കടമയാണ്. നമുക്കത് അനുഗ്രഹ കാരണവുമാണ്. രണ്ടാമതായി, അവരിലൂടെ ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രം അർപ്പിക്കാൻ നാം കടപ്പെട്ടവരാണ്. 3, ദൈവകൽപ്പനകളനുസരിച്ച് ജീവിക്കാനുള്ള അവരുടെ പഠിപ്പിക്കലുകളും ജീവിത മാതൃകയും അനുകരിച്ച് ജീവിച്ച് മക്കളായ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണം. മലങ്കര സഭയുടെ ആരാധനാക്രമപ്രകാരമുള്ള പരിശുദ്ധ കുർബാനയിൽ എന്നും നമ്മുടെ ഈ കടമ നമ്മെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വിശ്വാസികളുടെ സമൂഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളായി തീരാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം. ഈ പ്രാർത്ഥന നമ്മുടെ പ്രത്യേക കടമ എടുത്തു കാട്ടുകയാണ്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിനത്തിലെ സുവിശേഷ ഭാഗമായ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ പുരോഹിതരുടെ ധർമ്മമാണ് എടുത്തു കാട്ടുന്നത്. യേശുവിൻ്റെ യുഗാന്ത്യ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഈ തിരുവചന ഭാഗം. 24 അധ്യായം 35 മുതൽ 51 വരെയുള്ള ഭാഗത്തെ ഒരു യൂണിറ്റായി കാണണം.
അപ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നത്. യേശു പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനം കള്ളൻ വരുന്നത് പോലെ ആയിരിക്കും. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു ചോദിച്ചു, തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവരെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഈ വചനഭാഗത്ത് പറയുന്ന യജമാനൻ യേശുവാണ്. അവിടുത്തെ ഭവനം സഭയാണ്. സഭാ തനയർക്ക് യഥാസമയം ഭക്ഷണം നൽകാൻ യജമാനനായ യേശു നിയോഗിച്ച ഭൃത്യരാണ് പുരോഹിതർ. അവർ സഭാ തനയർക്ക് കൃത്യസമയത്ത് ആത്മീയ ഭക്ഷണം കൊടുക്കുന്ന, ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുന്ന വിശ്വസ്തരും വിവേകികളുമായ ഭൃത്യന്മാർ ആയിരിക്കണം. അതായത് യജമാനൻ വരുമ്പോൾ തങ്ങളുടെ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിർവഹിക്കുന്നവരായി അവർ കാണപ്പെടണം. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർ യജമാനനോടൊത്ത് സ്വർഗീയ ഭാഗ്യത്തിൽ പ്രവേശിക്കും. മാത്രമല്ല, യേശു സത്യം ചെയ്തു പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. അതായത് സ്വർഗീയ നിക്ഷേപങ്ങളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയോഗിക്കപ്പെടും എന്നർത്ഥം. എന്നാൽ അവിശ്വസ്തരായി അവരുടെ ഉത്തരവാദിത്വങ്ങൾ മറന്ന് ലൗകിക സുഖസന്തോഷങ്ങളിൽ മുഴുകിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ നരകത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഈ ലോകത്ത് ക്രിസ്തുസ്ഥാനീയരായി നമുക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത നമ്മുടെ പുരോഹിതർ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവിനോടൊത്ത് സ്വർഗീയ ഭാഗ്യത്തിൽ സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിശ്വാസികളായ നമുക്കുമില്ലേ? അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കടമയല്ലേ? ഈ കടമ നാം വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആത്മശോധന ചെയ്യാം. കൂടുതൽ വിശ്വസ്തയോടെ എല്ലാ പുരോഹിതർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ നിത്യ സൗഭാഗ്യത്തിന് അവകാശികളാക്കി തീർക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അതിനായി സർവശക്തൻ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.